ഇനിയെങ്കിലും ഒന്ന് നിർത്ത് മക്കളെ. എന്തിനാണ് നിങ്ങളൊക്കെ ആ പാവം പിടിച്ച പെണ്ണിൻ്റെ പിന്നാലെ ഇങ്ങനെ അലയുന്നത്? അവർ എങ്ങനെയെങ്കിലും ജീവിച്ച് പോട്ടെ. നിങ്ങളെക്കൊണ്ട് പറ്റുമോ അവരെ കാര്യങ്ങൾ നോക്കാൻ? ഈ കുറ്റം പറയുന്ന നിങ്ങളെക്കൊണ്ട് പറ്റുമോ അവരുടെ ചിലവും കാര്യങ്ങളൊക്കെ നോക്കാനായിട്ട്? എന്തിനാ മക്കളെ നിങ്ങൾ അവരുടെ പിന്നാലെ നടക്കുന്നത്? അവരെ വെറുതെ വിട് മക്കളെ. അവർ ആത്മഹത്യ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് സമാധാനം ആവോ? ഇത് പറയുന്നത് ആരാണെന്നറിയാമോ? നല്ല ഒന്നാം തരം ഊടായിപ്പ് കൃഷ്ണഭക്ത. ഇപ്പോൾ രംഗത്ത് ഇറങ്ങിയിരിക്കുകയാണ്. റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവരടുത്തൊക്കെ വാ അടച്ച് മിണ്ടാണ്ടിരിക്കാനാണ് പറയുന്നത് പുള്ളിക്കാരത്തി. അതായത് രേണു സുധിയെ പറ്റിയിട്ട് ആരും ഒന്നും പറയരുത്. രേണു സുധി അഭിനയിക്കുന്നത് അവരുടെ ഇഷ്ടം. അതുപോലെ അവർ അഭിനയിക്കുമ്പോൾ കുറച്ചു എന്താണ് പറയുന്നത്, അവിടെയൊക്കെ കാണിച്ച് അഭിനയിക്കുന്നതൊക്കെ അവരുടെ ഇഷ്ടമാണ്. അതിൽ മറ്റാരും അഭിപ്രായം പറയേണ്ട ആവശ്യമല്ല. കോടതി ഉത്തരവിട്ടിരിക്കുകയാണ്. ഏത് കോടതി? ഊഢായിപ്പ് കൃഷ്ണഭക്ത എന്ന് പറയുന്ന കോടതി. അവിടെ നിന്ന് ഉത്തരവിറക്കിയിരിക്കുകയാണ്. ഇനി ആരും രേണു സുധിയെ പറ്റിയിട്ട് ഒരക്ഷരം മിണ്ടാണ്ട് എല്ലാ എണ്ണവും പോയി വായ മൂടിക്കെട്ടിയിരിക്കാനാണ് പുള്ളിക്കാരത്തി പറയുന്നത്. എന്തായാലും അതേക്കുറിച്ചിട്ടുള്ളൊരു അടിപൊളി ലെന്ത് വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. അതായത് അവർ പറയുന്ന കുറേ കാര്യങ്ങളും അതിന് ഞാൻ കൊടുക്കുന്ന മറുപടിയും. അതിന് കാരണമുണ്ട്. പണ്ട് ഇവർ എന്നെ നന്നായിട്ട് ഊക്കി വിട്ടിട്ടുള്ള ഒരു പുള്ളിക്കാരത്തിയാണ്. ആ ഒരു സമയത്ത് ഇവർ എന്നെ പറഞ്ഞ വാക്കുകളും ഇന്ന് ഇവർ രേണു സുധിക്ക് വേണ്ടിയിട്ട് കെഞ്ചുമ്പോൾ അന്ന് ഒരു ലേഡി ആയിരുന്ന എന്നെക്കുറിച്ചിട്ട് പറഞ്ഞിട്ടുള്ള അധിക്ഷേപങ്ങളും അതിൻ്റെ മറുപടിയും ഇതിൻ്റെ മറുപടിയും എല്ലാം കൂടി ഒരുമിച്ച് ഞാൻ കൃഷ്ണഭക്തിക്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു വീഡിയോ കാണാൻ താല്പര്യമുള്ളവർ ഈ ഷോർട്ട് വീഡിയോയുടെ താഴെ ഭാഗത്തായിട്ട് കാണുന്ന റിലേറ്റഡ് വീഡിയോ എന്നെഴുതിയിരിക്കുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ആ വീഡിയോയുടെ ലെന്ത് വീഡിയോയിലേക്ക് പോകാൻ പറ്റും. അപ്പോൾ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായും എല്ലാവരും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ മുഴുവനും എന്ത് തന്നെയാണെങ്കിലും, നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിയിരിക്കണം. അതിന് ഒരു വിട്ടുവീഴ്ചയും വിചാരിക്കരുത്. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്തേക്കുക. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് പിന്നെ കാണാം.